എല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനങ്ങൾ. ക്രിസ്തീയ സഹോദരി യൂത്ത് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ പേര് നിയോഗിച്ച പ്രിയ സഹോദരിമാരോട്, എൻ്റെ വാത്സല്യ സഹോദരിമാരോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. സഹോദരി യൂത്ത് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹീതമായ നിലയിൽ നടക്കുന്നു എന്നോർത്തും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് പകുതിയോടുകൂടെയാണ് നമ്മുടെ യൂത്ത് ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്വം പ്രിയ ലിഡിയ റോബിൻ ഏറ്റെടുക്കുന്നത്. അതിനുശേഷമായിട്ട് നമ്മൾ കുറേയധികം വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ഗ്രൂപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നില് ആ കുഞ്ഞുങ്ങൾ കുറച്ചുപേര് വളരെ ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെടുന്നുണ്ട്. അവര് കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുകയും മീറ്റിംഗ്സിനൊക്കെ ക്ഷണിക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ അവർ ഇതിന്റെ പിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പിലായാലും ധാരാളം പ്രോഗ്രാംസുകളൊക്കെ അവര് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് വളരെ ഐക്യമായിട്ടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപക്ഷെ സഹോദരി യൂത്ത് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അറിയാം, കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വ്യാഴാഴ്ച വൈകിട്ടത്തെ നമ്മുടെ പ്രയറിനൊക്കെ, ഗ്രൂപ്പ് പ്രയറിനൊക്കെ നല്ല പാർട്ടിസിപ്പേഷനൊക്കെ ഇപ്പോൾ ഉണ്ട്. ദൈവം അനുവദിച്ച കൂടുതൽ വളർച്ചയിലേക്ക് നമ്മൾ എത്തും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഇതുവരെയും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിനർത്ഥം നമുക്ക് പരാജയങ്ങളോ വീഴ്ചകളോ സംഭവിച്ചിട്ടില്ല എന്നല്ല. എല്ലാം ഉള്ളപ്പോഴും അതിന്റെയൊക്കെ മധ്യത്തിലും ദൈവം നമ്മളെ താങ്ങി നിർത്തുന്നു. പ്രിയമകള് പാടിയതുപോലെ താങ്ങുന്ന ആ കരങ്ങൾ നമ്മളോടുകൂടെയുണ്ട്. ഈ 9 വർഷമായിട്ട് ദൈവത്തിന്റെ അകൈതവമായ പ്രവൃത്തികൾ ഓരോ നിമിഷവും അനുഭവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പല കുഞ്ഞുങ്ങൾക്കും ഈ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമാകുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. 2020 ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, ചില അമ്മമാര് എന്നെ വിളിച്ചു. കാരണം നമ്മൾ മെയിൻ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടപ്പോഴും നമ്മുടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ പുറത്തു വരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് നടത്തിയ 5 ദിവസത്തെ സഹോദരിമാരുടെ ഒരു ദൈവവചന ശുശ്രൂഷ ആ കോവിഡ് ടൈം നമ്മൾ നടത്തിയ ആ സമയങ്ങളിലാണ് ചില അമ്മമാര് എന്നെ വിളിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, നഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സിനൊക്കെ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അത്തരം ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. സൺഡേ വർഷിപ്പ് പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് അന്നുള്ള സഹോദരിമാരുമായിട്ടൊക്കെ ആലോചിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരി യൂത്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കുഞ്ഞുങ്ങളുടെ പ്രവർത്തനമാണ്, പ്രത്യേകിച്ച് കോളേജുകളിലും ഹോസ്റ്റലുകളൊക്കെ താമസിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് പല സമയങ്ങളിലും അവരുടെ ഒരു ശക്തമായ പാർട്ടിസിപ്പേഷൻ നമുക്ക് തീരെ കിട്ടാതെ വരികയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സമയവും നമ്മുടെ സമയവും പലപ്പോഴും ഒന്നിച്ചു പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇതൊരു അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ യൂത്ത് ക്യാമ്പ്, നമ്മുടെയൊക്കെ യൂത്ത് ഒക്കെ നമ്മളൊക്കെ ക്യാമ്പുകൾക്കൊക്കെ സജീവമായിട്ട് പോകുന്ന ആ ഒരു കാലഘട്ടം എടുത്താലും, VBSന് പോയാലും ഒക്കെ നമ്മൾ തുടർന്ന് എപ്പോഴും ഈ യൂത്ത്സിനോട് എപ്പോഴും ആൾക്കാർ ഭയങ്കര ശക്തമായിട്ട് അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നു, അവരോട് കാര്യങ്ങൾ പറയുന്നു, പാപം ചെയ്യരുതെന്ന് പറയുന്നു. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ യൂത്ത്സിനോട് മാത്രം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ വേറെ ആരും പാപവും ചെയ്യുന്നില്ലേ? യൂത്ത്സ് അല്ലാത്തവരൊന്നും ആരും പാപം ചെയ്യുന്നില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ യൂത്ത്സിനോട് മാത്രം എപ്പോഴും ഭയങ്കര കർശനമായിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? പറയാമോ ആർക്കേലും? നിങ്ങളൂടെ പറ, ഞാൻ മാത്രം പറഞ്ഞാലൊക്കെ നമുക്ക് ഒന്നിച്ച് ചിന്തിച്ചു പോവാം. പ്ലീസ്. എന്തായിരിക്കും? വളർന്നു വരുന്നൊരു തലമുറയാണ്, ആ ഒരു കാലഘട്ടമാണ്. പിന്നെ വേറെ തീർന്നോ? ആ ഏജിലാണ് ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷൻസ് ഉണ്ടാവുന്നത്. ഭയങ്കരം. ആ ഏജിലാണ് ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. തീർന്നോ? എന്താണ് ഈ യുവത്വത്തിന്റെ സവിശേഷത? എന്താണ് തെറ്റിപ്പോകാനായിട്ട് ഒത്തിരി സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ ചിലരിങ്ങനെ ആയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നേ ഉള്ളൂ, പറയുന്നില്ല. നിന്റെ സൃഷ്ടാവിനെ അറിയേണ്ട സമയമാണ് യുവത്വം എന്നാണ് പറയുന്നത്. സൃഷ്ടാവിനെ അറിയേണ്ട ഒരു പീക്ക് ടൈം എന്നൊക്കെ പറയാം അല്ലെ? അങ്ങനെ ഒരു ടൈം കൂടെയാണ് ഈ ഒരു യുവത്വം എന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒന്നും തെറ്റല്ല. അതുപോലെ നമുക്കറിയാം, ഈ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാലഘട്ടം അല്ലെ? എന്തിനെ കുറിച്ചും അറിയാൻ ഉള്ള ഒരു താല്പര്യം. അത് നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും
എന്തായാലും ഒന്ന് അറിയാനുള്ള ഒരു താല്പര്യം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ലഹരിക്കൊക്കെ അഡിക്റ്റ് ആകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കമാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു അതിന്റെ ഒരു ആദ്യ ദശകത്തിലാണ്, അല്ലെങ്കിൽ ആദ്യ സമയങ്ങളിലാണ് ഇതിന്റെയൊക്കെ ഒരു ആരംഭം ഉണ്ടാകുന്നത് അല്ലെ? എന്തുകൊണ്ടാണ്? അറിയാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ, ഒരു ജിജ്ഞാസ. അതുപോലെ തന്നെ ഇമ്മൻസ് എനർജി, ഒരു അപാരമായ ഊർജം ഉള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് യൂത്തിന്റെ കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു കാലഘട്ടം. പിന്നെ നമ്മുടെ പഠനത്തിന്റെ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ഒരു നിർണായകമായ എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ അല്ലെ, അങ്ങനെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ് ഈ യൂത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോഴ് ചുരുക്കി പറഞ്ഞാല് വളരെ കുഴപ്പം പിടിച്ച ഒരു ഏജിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ക്രിസ്തീയ സഹോദരിയൊക്കെ എന്തിനാണ് യൂത്ത് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, യൂത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്? ഈ ഷൈനി അഭിലാഷ് എന്ന് പറയുന്ന ചേച്ചിയൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാ. അവരെല്ലാം ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് ക്ലാസ്സുകളൊക്കെ എടുപ്പിക്കുന്നു. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത്രയോ പച്ച മലയാളത്തിൽ പറഞ്ഞ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, ഇല്ലേ? ഇതിനെക്കുറിച്ച്, അതായത് നമ്മുടെ ജീവിതത്തിലെ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കണം. ഒരുപക്ഷെ നമ്മുടെ ഭാവി നിർണയിക്കുന്നത് പോലും ഈ സമയങ്ങളിലാണ്. ഈ സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ കഴിഞ്ഞ മാസത്തില് ടൈനി ആന്റിയിൽ നിന്ന് കേട്ടു ഡിസിഷൻസ്, നമ്മുടെ സ്പിരിച്വൽ ഡിസിഷൻസ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച്. അപ്പൊ ആ ഒരു ഡിസിഷൻസ് എടുക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ യുവത എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടമാണ്. അതുപോലെ നമ്മുടെ മുൻപോട്ടുള്ള ഭാവി നിർണയിക്കുന്നത് ഈ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ, നമ്മൾ യൗവനക്കാരായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങള്, അങ്ങനെയുള്ള നമ്മൾ എടുക്കുന്ന കോഴ്സുകൾ എന്തായാലും അത് നമ്മുടെ ഭാവി എന്താണെന്ന് നിർണ്ണയിക്കുക, നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടം തന്നെയാണ്. മറ്റു കാലഘട്ടങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമായത്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ പോയ സകലതും പോകും. പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് 2020 ചില ആന്റിമാരെന്നെ ചില അമ്മമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൗലി ഈ സമയം എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ആവശ്യമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതൊരു വല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യരുതെന്നും തെറ്റ് ചെയ്യരുതെന്നും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ എന്ന് പറഞ്ഞാല്, നമുക്കറിയാം നമ്മൾ ഈ വളർന്നു വരുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ഏജ് വെച്ചിട്ട് പറയാണ്, ഞങ്ങളൊക്കെ ഈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ യൂത്ത് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ഒരു സമയം. എന്നാ ചോദിച്ചാൽ ഒരുപാട് അരുതുകൾ കേൾക്കുന്ന ഒരു സമയമാണ്. അത് പാടില്ല, ഇത് പാടില്ല, അല്ലെ? അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. ഇത് കേട്ട് കേട്ട് നമ്മളങ്ങ് മടുക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ആ സമയത്ത് കേട്ട അരുതുകൾ അതനുസരിച്ചത് കൊണ്ട് ഇന്ന് അതിന്റെ ഗുണങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒത്തിരി ഒന്നും നമ്മൾ വെട്ടിപ്പിടിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ സൗഭാഗ്യങ്ങളൊന്നും നമുക്കുണ്ടായില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു മനസ്സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, പ്രതിസന്ധികളുണ്ട്, പല വിധത്തിലുള്ള ടെൻഷൻസ് ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, എന്താ ഇല്ലാത്ത എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാ ഇടയിൽ നമുക്കൊരു അകത്തൊരു ദൈവിക സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചെറുപ്പം മുതലേ ഓരോ കാലഘട്ടത്തിലും ദൈവത്തെ അറിഞ്ഞ്, ദൈവവചനം അറിഞ്ഞ്, നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കേട്ട്, നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പറയുന്ന കേട്ട്, നമ്മുടെ സഭയിലുള്ള എൽഡേഴ്സും സുവിശേഷന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച വചനമൊക്കെ കേട്ട്, നമ്മൾക്ക് ആന്റിമാർ നമുക്ക് തന്ന ഉപദേശങ്ങളൊക്കെ കേട്ട്, നമ്മൾ ആ രീതിയിൽ ഒരു കൃത്യമായ പാറ്റേണിൽ വളർന്നു വരാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. ഒരുപക്ഷെ അതാവും ഇന്ന് ദൈവനാമത്തിന് വേണ്ടി ശക്തമായിട്ട് നമുക്കൊക്കെ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സന്ധ്യാവേളയിൽ പ്രിയ കുഞ്ഞുങ്ങളെ, ആ നിലയിൽ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടാണ് കർത്താവ് എന്റെ കരങ്ങളിൽ തന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടൊരു ആലോചനയാണ്. പെട്ടെന്ന് പറഞ്ഞ് എന്നെ ലിഡിയ ഇപ്പോഴേ നോക്കുന്നുണ്ട്, ഇത് എവിടെ ചെന്ന് തീരുമെന്ന് ആയിരിക്കും പുള്ളിക്കാരുടെ നോട്ടത്തിന്റെ അർത്ഥമെന്ന് ഞാനങ്ങ് വിചാരിക്കുക. പേടിക്കേണ്ട, നിങ്ങളുടെ സമയത്ത് തന്നെ ഞാൻ നിർത്തിക്കോളാം. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു വിഷയം തുടക്കമിടാം. ദൈവം അനുവദിച്ചാല് എനിക്ക് തോന്നുന്നു എനിക്ക് ശേഷം ഇനി തുടർന്നുള്ള നാളുകളിൽ എനിക്ക് പിന്നാലെ വരുന്ന സഹോദരിമാര് ആ വിഷയം കവർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇനി വരുന്നവരെ അനുവദിക്കുന്നെങ്കിൽ അവരത് കവർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുക. നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അതെ, ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു കാലഘട്ടമാണ്.
പക്ഷെ ഈ യൂത്ത്സിനെ കുറിച്ച്, യൂത്ത്സിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ പറയുന്ന ഒരു വിഷയം മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ യുവജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറയും 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ബാല്യക്കാരെ, നിങ്ങൾ ആരാണ്? യു ആർ സ്ട്രോങ്. രണ്ടാമത്തെ കാര്യം കർത്താവ് അവിടെ യോഹന്നാൻ പറയുന്നത്, ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് ലിവ്സ് ഇൻ യു, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം, യു ഹാവ് ഓവർകം ദ ഈവിൾ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരാണ്. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ ദൈവവചനം നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ ശക്തരാണ്. ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. അതിന് പറ്റിയൊരു പ്രായമാണിത്. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന ഒരു പ്രായം തന്നെയാണിത്. മാത്രമല്ല, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലായി. എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 24. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. അപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ശിഷ്യയായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കണം. 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കർത്താവ് പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും എന്റെ പിന്നാലെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശിഷ്യനായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശിഷ്യയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. 1, നിങ്ങൾ തന്നെത്താൻ ത്യജിക്കണം, സെൽഫ് ഡിനയൽ. 2, ടേക്ക് അപ്പ് ദ ക്രോസ്, ക്രൂശ് എടുക്കണം, തന്നെത്താൻ തന്റെ ക്രൂശ് എടുക്കണം. 3-ാമത്തെ കാര്യം പറയുന്നു, എന്നെ എന്ത് ചെയ്യണം? എന്നിട്ട് വേണം നിങ്ങൾ എന്നെ അനുഗമിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ അവന്റെ ശിഷ്യരായി തീരാനായിട്ട് നമുക്കറിയാം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്ന് വിശ്വസിക്കുകയും ചെയ്ത ആ നിമിഷം നമ്മൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അല്ലെ? യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ശിശുത്വ രൂപീകരണം ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലെ ശിശുത്വ രൂപീകരണം നടന്നു കഴിഞ്ഞു, ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ 10-20 വർഷമായി, യൂത്ത്സിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ട് 10, 20, 25 വർഷമായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷത്തിനിടയിൽ എത്ര ശിശുത്വ രൂപീകരണമാണ് എത്രമാത്രം നമ്മളിൽ സംഭവിച്ചത്? എന്ത് ശിശുത്വ രൂപീകരണമാണ് നമ്മളിൽ സംഭവിച്ചത്? ഒന്ന് ഈ സന്ധ്യാവേളയിൽ ഒരു വിചിന്തനം നടത്താമോ? ഓക്കെ, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ നമ്മൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യേശുവിനെ കർത്താവെന്ന് നമ്മൾ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു. ഓക്കെ, ആ വായ് കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞ ആ നിമിഷം തന്നെ കർത്താവ് നമ്മുടെ മുഴുവൻ ചുമതലയും കർത്താവ് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ കർത്തൃത്വം മുഴുവനും ആർക്കാണ്? കർത്താവിന്, അല്ലെ? കർത്തൃത്വം മുഴുവനും കർത്താവിനായതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് ജീവിക്കാൻ. പക്ഷെ അതിനുള്ള മാർഗമാണ് കർത്താവ് പറയുന്നത്.
ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ കുറെയൊക്കെ ഈസിയാണ്. എവിടെയും പോകാം, എവിടെയും പോയി നിൽക്കാം, എന്ത് വേണേലും അറ്റൻഡ് ചെയ്യാം, ആരോട് വേണേലും എന്ത് വേണേലും സംസാരിക്കാം. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്ന് ഡിനേ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നതിന്റെ റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അതല്ല. അതാണ് കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെത്താൻ ത്യജിക്കണം, എന്റെ ക്രൂശ് എടുക്കണം, എന്നെ അനുഗമിക്കണം. അപ്പൊ ഇറ്റ്സ് നോട്ട് എ ഈസി ലൈഫ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ കർത്തൃത്വം കർത്താവ് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനിയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചേ, എത്ര കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. എത്ര കാര്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയും നമുക്ക് കർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ലോകത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കർത്താവ്, ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി നമുക്ക് എന്ത് ത്യജിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറെ വർഷമായാലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, ഇല്ലേ? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത്. ആ നമ്മളെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി ആ കർത്താവിനെ നമ്മളും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും. ആ നമ്മൾ ഇഷ്ടപ്പെടും, നമ്മൾ കർത്താവിനെ അത്ര ഇഷ്ടപ്പെടുന്നു. ആ കർത്താവിന് വേണ്ടി കർത്താവിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ത്യജിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട അന്നു മുതൽ നമ്മുടെ കർത്തൃത്വം കർത്താവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭയം വേണ്ട. പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് ധൈര്യം മാത്രം മതി. എന്തിന്? മുൻപോട്ട് ജീവിക്കാൻ. ക്രിസ്തുവിലുള്ള ധൈര്യം മാത്രമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് യൗവന പ്രായ കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത ഭീതി നമ്മളെ അലട്ടാറുണ്ട്, അല്ലെ? അങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഞാൻ അങ്ങനെ ഒരു ചുവട് വെച്ചാൽ അത് പ്രശ്നമാകുമോ, ഇത് പ്രശ്നമാകുമോ, ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു ചിന്താകുലങ്ങൾ നമ്മളെ ഭരിക്കുന്ന ഒരു കാര്യം. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ലല്ലോ. നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. നമുക്ക് ഇത്രയും ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മളൊരു പ്രൊജക്ട് ഏറ്റെടുത്തു, അത് ഇന്ന രീതിയിലൊക്കെ ആകുമെന്ന് നേരത്തെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത്രയും ഫ്രസ്ട്രേഷൻ നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നു. പിന്നെ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. 27-ാം വാക്യം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് എനിക്കറിയാം, ധാരാളം കുഞ്ഞുങ്ങളെ സംസാരിക്കാറുണ്ട്. അപ്പോൾ വല്ലാത്ത പ്രതിസന്ധി പല വിഷയത്ത്, പ്രത്യേകിച്ച് ഈ +2 ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഒരു ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടി അവർ വളരെ ബന്ധപ്പെടാറുണ്ട്. കാരണം വീട്ടുകാരൊരു കാര്യം, പാരന്റ്സിന്റെ ആഗ്രഹം അവരെ നഴ്സിംഗിന് വിടാനായിരിക്കും, പിള്ളേരുടെ ആഗ്രഹം അവർക്ക് ക്ലിനിക്കൽ സൈക്കോളജിക്ക് പോകാനായിരിക്കും. ഇതൊന്നും ആയിരിക്കത്തില്ല. അവരുടെ ചുറ്റുപാടുള്ള മറ്റു പലരും അവരെ മറ്റു പല കാര്യത്തിനും ഉപദേശിക്കും. ഇപ്പൊ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ കുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളെ എനിക്കറിയാം. ഞാനൊരു കാര്യം വളരെ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നിങ്ങളെ വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ നമ്മുടെ കർത്തൃത്വം കർത്താവിന്റെ കരങ്ങളിലാണ്. നമ്മളെക്കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അത് കർത്താവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് കർത്താവിന് നമ്മളെ നടത്താൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവഹിത പ്രകാരമുള്ള വഴിയെ ദൈവം നമ്മളെ നടത്തും. ആ വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. അപ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ കർത്തൃത്വം നിൽക്കുന്നു. ഇനി നമ്മൾ ആരാണെന്നൊന്ന് മനസ്സിലാക്കണം. അതായത് യേശു കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ശിഷ്യത്വ രൂപീകരണത്തിലേക്ക് കിടക്കുന്ന നമ്മൾ ഒരു കാര്യം കൂടെ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം. 1, 2, 3 കാര്യങ്ങളൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മതി. ഒന്നാമത്, നമ്മൾ ദൈവമക്കളാണ്. എന്തുകൊണ്ട് നമ്മൾ യേശു കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം? കാരണം അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. പാപികളായ നമ്മൾ ഓരോരുത്തരും പാപികളായിരുന്നു. ആ പാപികളായ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടെടുത്തു. അവൻ നമ്മളെ ആരാക്കി മാറ്റി? ദൈവമക്കളാക്കി മാറ്റി. ഇല്ലേ? തീർന്നില്ല. എഫേസർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അല്ലേ?
നമ്മൾ വി ആർ ദ ചോസൺ ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് അല്ലെ. ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ തെരഞ്ഞെടുത്തു. എന്തിന്? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് നമ്മളെ അവൻ തെരഞ്ഞെടുത്തു. അപ്പോൾ ഒന്ന്, നമ്മൾ ദൈവമക്കളാണ്. രണ്ട്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തീർന്നില്ല, ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ മതി. നിങ്ങൾ നിങ്ങൾ ആരല്ല? ലോകക്കാരല്ല. അപ്പൊ നമ്മള് ദൈവമക്കളാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മൂന്നാമത്, നമ്മൾ ആരല്ല? ലോകക്കാരല്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എവിടെ നിന്നാണ് തെരഞ്ഞെടുത്തത്? എവിടെ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. എവിടുന്നാ? യോഹന്നാൻ 15-19. ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ലോകത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തു അല്ലെ. എപ്പോൾ തെരഞ്ഞെടുത്തു? എഫേസ്യർക്ക് എഴുതിയ ലേഖനം വാക്യത്തിൽ കിടപ്പുണ്ട്. എപ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുത്തത്? ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. എവിടെ നിന്ന് തെരഞ്ഞെടുത്തു? ലോകത്തിൽ നിന്നും നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ ദൈവമക്കളാണ്. നമ്മളെ അവൻ തെരഞ്ഞെടുത്തു. നമ്മള് ലോകക്കാരല്ല. പിന്നെ നമ്മൾ ആരാണ്? വി ആർ സെപ്പറേറ്റഡ്. ഓക്കെ, നമ്മൾ ആരാണ്? നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് സാധാരണക്കാരെ പോലെ, രക്ഷിക്കപ്പെടാത്തവരെ പോലെ കാര്യങ്ങളിൽ ഇടപെടാനും ജീവിക്കാനും അനുവാദമുള്ളവരല്ല നമ്മൾ. നമ്മൾ ആരാണ്? നമ്മൾ ലോകക്കാരൻ. പക്ഷെ നമ്മൾ എവിടാ ജീവിക്കുന്നത്? ലോകത്തിലാ ജീവിക്കുന്നത്. അതതിന്റെ വിരോധാഭാസം. നമ്മൾ ലോകത്ത് ജീവിക്കുന്നു, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. നമ്മൾ എവിടെ നിന്നെടുത്തു? ലോകത്തിൽ നിന്നെടുത്തു. പക്ഷേ വചനം പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, വി ആർ സെപ്പറേറ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ മാതൃക സ്വീകരിക്കാനായിട്ടുള്ള യാതൊരു അവകാശവും നമുക്കില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ശിശുത്വ രൂപീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ ഉള്ളവരാണ്, ലോകത്തിൽ നമ്മൾ എടുത്തവരാണ്, ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ യാതൊരു മാതൃകയും നമുക്ക് പിന്തുടരുവാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ സെപ്പറേറ്റഡ് ആണ്. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നമ്മളെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, ഈ യുവത അല്ലെങ്കിൽ യുവത്വത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിസ്സാരക്കാരല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും വീണുപോകാതെ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. ഇപ്പോ ഈ നമ്മള് വായിച്ച വാക്യം ഇതാണ്. എന്താണ്? ഒരുത്തൻ എന്നെ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പോൾ കർത്താവിനെ ഫോളോ ചെയ്യുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിക്കേണ്ട ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരാണെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട്. അപ്പോൾ ഇതിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ജീവിതശൈലിയാണ്. ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ ജീവിക്കണമെന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ആ ജീവിതം എന്താണെന്ന് പഠിച്ചു വരുമ്പോഴേ ഇത്രയും മഹാനായ ഒരു വ്യക്തി, ഇത്രയും മഹത്വ സമ്പൂർണനായ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് വളരെ അതിശയോക്തിയുള്ള കാര്യമാണ്. കാരണം കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അല്ലേ? സ്വർഗ മഹിമകളെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഈ ലോകത്തിലുള്ളവരുടെ കൂടെ കർത്താവ് ജീവിച്ചു. പക്ഷെ ഒരിക്കൽ പോലും അവനിൽ കളങ്കം പറ്റിയില്ല, അവനിൽ പാപം സംഭവിച്ചില്ല. എബ്രായ ലേഖന കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്താണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ. ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരു കർത്താവിന്റെ ശൈലി നമ്മൾ അനുകരിക്കണമെന്നാണ് ശിഷ്യത്വത്തിന്റെ പാഠങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും അനിവാര്യമായ വസ്തുത എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഈ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ വാക്കിന് ഒരർത്ഥതലം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാ. ഇത്രയും മനുഷ്യത്വപരമായിട്ട് മനുഷ്യനോട് ഇടപെടുവാൻ
ജനങ്ങളോട് ഇടപെടുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരോട് കരുണ കാണിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ സ്നേഹമാണ് നമ്മൾ കാൽവറിയിൽ കണ്ടത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നേ? 12. 12 ശിഷ്യന്മാർ. ഈ 12 ശിഷ്യന്മാരും കർത്താവിൽ നിന്ന് പഠിച്ചു, ഇല്ലേ? കർത്താവ് പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. ശിഷ്യന്മാരിത് പഠിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനൊപ്പം നടക്കാനായിട്ട് സാധിച്ചു, ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ശൈലിയാക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു, അവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ കർത്താവിന് വേണ്ടി ധീരമായ സാക്ഷികളായി മാറിയത്. അതിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട്, ഇല്ലേ? അവർ വളരെ ശക്തരായിട്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. നമ്മൾ ആക്സ് 1:8 കാണുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ സാക്ഷികളാകും പല സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ യേശുവിന്റെ സാക്ഷികളായി തീരും. അതങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതിനുശേഷം മഹാനായ പൗലോസ് ഇങ്ങോട്ട് വരിക. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, ഇല്ലേ? 1 Corinthians chapter 11:23 അവിടെ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചവനാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അപ്പോസ്തലന്മാരായാലും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പിന്നീട് അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നുണ്ട്. ഇവരെല്ലാം അവർ കർത്താവിൽ നിന്ന് പഠിച്ചു, അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, അവർ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. കാരണം ക്രിസ്തുവിനെ ജീവിത ശൈലിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല. അവർ അവനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ തന്നെ എപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാറ്ററിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരാളോട്ട് സംസാരിക്കുക, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ മാറ്റർ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ മാറ്റർ അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നടത്തും. കാരണം നമ്മുടെ ഹൃദയം മൊത്തം നിറഞ്ഞു കവിയുന്നത് അതായിരിക്കും, നമ്മളത് സംസാരിക്കും. ശരിയാ, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ല വായ സംസാരിക്കുന്നത്. ക്രിസ്തു എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. അപ്പോ ശിഷ്യന്മാര് ക്രിസ്തുവിനെ പഠിച്ചു, ശിഷ്യന്മാര് ക്രിസ്തുവിൽ നിന്നും പ്രാപിച്ചു, ശിഷ്യന്മാര് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവരെങ്ങനെ പ്രസംഗിച്ചത്? അത് പൗലോസ് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി അവർ പ്രസംഗിച്ചു. അവർ സത്യവചനത്തിനകത്ത് മാലിന്യമൊന്നും കലർത്തിയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം അവർ വ്യാഖ്യാനിച്ചില്ല, സ്വന്തം ഇഷ്ടത്തിന് അവര് അത് സ്വന്തം സൗകര്യത്തിന് വേണ്ടി അവർ വചനം വ്യാഖ്യാനിച്ചില്ല, അല്ലെങ്കിൽ അവനവൻ ഇണങ്ങിയ മട്ടിൽ ആ വചനത്തെ അവർ കോട്ടി മാറ്റി ഒന്നും സംസാരിച്ചില്ല. കാരണം ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോകും, പക്ഷെ എന്റെ വചനങ്ങളോ അതൊരിക്കലും മാറത്തില്ല, അതെന്നേക്കും നിലനിൽക്കുന്ന വചനമാണെന്ന്. ആ വചനത്തെ പ്രഘോഷിച്ചത് നമ്മുടെ സഹോദരന്മാരത് പ്രഘോഷിക്കുമ്പോൾ അവർ ക്രിസ്തുവിനെ ജീവിത ശൈലിയാക്കിയിരുന്നു. ഈ ക്രിസ്തുവിന്റെ ജീവിതശൈലി എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ അങ്ങ് പറഞ്ഞ തീരത്തില്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാലും ചില 2-3 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയട്ടെ. നമുക്കറിയാം, ഈ പാപം ചെയ്ത സ്ത്രീയെ മോശയുടെ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞുകൊണ്ട് വന്ന ആ ഒരു സ്ത്രീ, അവളെ കുറിച്ച് അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും കരുതരുത് അവളുടെ പാപം തെറ്റല്ലെന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത്. അവളുടെ പാപം തന്നെയാണ്, അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കർത്താവ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് നസ്രയത്തില് പള്ളിയിൽ പോയി ദൈവത്തിന്റെ വചനം വായിച്ചു. കർത്താവ് അവിടെ സംസാരിക്കുമ്പോൾ അവിടെയുള്ളവർക്കൊക്കെ അതിശയോക്തി തോന്നി. എന്താണ്? അവന്റെ വായിലെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവർക്ക് അതിശയം തോന്നി. അങ്ങനെയൊക്കെയുള്ള എത്രയോ യേശു കർത്താവ് ഓരോ വിഷയങ്ങളെ നേരിട്ട രീതി, കർത്താവ് എടുത്തിട്ടുള്ള നിലപാടുകൾ, കർത്താവിന്റെ സംസാര ശൈലി, കർത്താവിന്റെ പ്രവർത്തന ശൈലി, കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം, ഇതെല്ലാം മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. എല്ലാ ദിവസവും ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്ന മഹാന്മാര്, അതുപോലെ ബൈബിൾ സ്കോളേഴ്സ്, പിന്നെ തിയോളജിയൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല വേർഡ്സ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. അങ്ങനെ വായിച്ചു വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുള്ള ആശയങ്ങളാണ്, അല്ലെ ക്രിസ്തുവിൽ നിന്നും പകർന്നു കിട്ടിയ ആശയങ്ങളാണ് പലപ്പോഴും അവരൊക്കെ ഷെയർ ചെയ്യുന്നത്. ഏതൊരു ചിന്താഗതികളൊക്കെ എടുത്തു നോക്കിയാലും
ഞാനൊരു കാര്യം വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞതിനപ്പുറത്തൊന്നും ഇവർക്കാർക്കും പറയാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ സുവിശേഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളും, കർത്താവിന്റെ പ്രവർത്തനങ്ങളും കർത്താവിന്റെ ശുശ്രൂഷയും എല്ലാം അടങ്ങിയിരിക്കുന്നത് സുവിശേഷങ്ങളിലാണ്. ആ സുവിശേഷങ്ങൾ വളരെ ആധികാരികമായിട്ട് നാം പഠിച്ചാൽ എന്താണ് ക്രിസ്തുവിന്റെ ജീവിതം എന്നുള്ളത് നമുക്ക് ഹൃദ്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ക്രിസ്തു നമ്മുടെ ജീവിത ശൈലിയാവണം. ശിഷ്യത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശിഷ്യത്വത്തിന്റെ ആദ്യ പാഠങ്ങളിലൂടെയാണ് ഈ സന്ധ്യാവേളയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കണം, കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയാക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാവണം. എത്ര ധൈര്യത്തോടാണ് ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണെന്ന്. അപ്പൊ അത്രമാത്രം ക്രിസ്തുവിനെ ആ വ്യക്തി സ്നേഹിച്ചു, ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ പകർത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ജീവിതം എത്രമാത്രം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് പകർത്താനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വീഴ്ച വരുന്ന ഒരു ഏറിയാണ് ആ ഭാഗം. കർത്താവിനെ പഠിക്കുന്നതിനും കർത്താവിനെ മനസ്സിലാക്കുന്നതിനും കർത്താവിന്റെ ജീവിതം നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായ രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടവരാണെന്നുള്ള കാര്യം നമ്മൾ സമ്മതിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നൊരു താല്പര്യം, കർത്താവിന്റെ ജീവിതം നമ്മൾ ശൈലിയാക്കണം. ഇനി ആ വാക്യത്തിന്റെ 1-ാം ഭാഗം മാത്രം ഈ സന്ധ്യാവേളയിൽ നിന്ന് പറഞ്ഞിട്ട് ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? ഒന്നാമതായിട്ട് സ്വയം നമ്മൾ ത്യജിക്കണം. സെൽഫ് ഡിനൈ. നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ത്യജിക്കേണ്ടത്? സമയത്തിന്റെ പരിമിതി മൂലം വളരെ പെട്ടെന്ന് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ സ്വയം ത്യജിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, ഉപേക്ഷിക്കണം. പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. പക്ഷെ നമ്മൾ പലപ്പോഴും പാപം ചെയ്തു പോകാറുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റുപറയാനും ദൈവസന്നിധിയിൽ അനുദപിക്കാനുമുള്ള ഒരു ചാൻസ് കർത്താവ് തരുന്നുണ്ട്. ആ ഒരു ചാൻസ് നമ്മൾ മുതലെടുക്കരുത്. എങ്കിലും ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ തെറ്റുകളെ നമ്മൾ ഏറ്റുപറയണം. പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. പാപ സ്വഭാവങ്ങളിൽ നിന്നും വിട്ടുമാറി സഞ്ചരിക്കണം. എന്റെ കർത്താവുമായിട്ട് എനിക്ക് അടുത്തു വരാൻ കഴിയാത്തത്, എന്റെ കർത്താവുമായിട്ട് അടുത്തു വന്ന് കഴിയാത്തതും, അതുപോലെ ഒരു ആത്മീക ജീവിതം, ശരിയായ ഒരു ആത്മീക ജീവിതം എനിക്ക് നയിക്കാൻ കഴിയാത്തതെന്തും എന്റെ ജീവിതത്തിൽ പാപമാണ്. എന്റെ കർത്താവിന് ഇഷ്ടമല്ലാത്തതെന്തും എന്റെ ജീവിതത്തിൽ എന്താണ്? പാപം തന്നെയാണ്. അപ്പൊ ആ പാപ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പാപം നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പൊ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതൊരു പാപമാണല്ലോ. നമ്മൾ ഉൽപ്പത്തി മുതൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, അധ്യാപകരെ അനുസരിക്കാതിരിക്കുക, നമ്മളെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുക, ഇതെല്ലാം പാപം അല്ലെങ്കിൽ തെറ്റുകളുടെ ലിസ്റ്റ് വരുന്നതാ. ഇതൊക്കെ നമ്മൾ ഡിനേ ചെയ്യണം. ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. പലപ്പോഴും നമ്മളെക്കാൾ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ പല കാര്യത്തിൽ ഉപദേശിക്കുമ്പോൾ നമുക്ക് എന്തൊരു ദേഷ്യം അവരോടല്ലേ. എപ്പോഴും ഇതേ പറയാനുള്ളൂ, എന്നെ കാണുമ്പോ ഇതാ പറയുന്നത്, ഒരു സ്വസ്ഥതയും തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പരാതികളാണ് നമ്മൾ പറയുന്നത്. അവര് പറയുമ്പോൾ നമുക്ക് അതിന്റെ വില മനസ്സിലാവത്തില്ല. പിന്നീട് എപ്പോഴേലും ഒക്കെ ജീവിതം ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോകാതെ കാര്യങ്ങളൊക്കെ കൈവിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ചെല്ലുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഓർക്കേണ്ടി വരിക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ സന്ധ്യാവേള നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഈ പ്രായത്തിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അഡ്വൈസുകളും നമ്മൾ സ്വീകരിക്കണം. അവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി വളരെ ഒരുപക്ഷെ കേൾക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും പിന്നത്തേതിനെങ്കിലും വളരെ ക്രിയാത്മകമായിട്ട് അതിനോടൊന്ന് പ്രതികരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നവരാ. ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയുന്നതിൽ വൈമുഖ്യം കാണിക്കും. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അത് നമ്മൾ ഉപേക്ഷിക്കണം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മൾ മുൻ സ്ഥാനം കൊടുക്കണം. പ്രയോറിറ്റി കർത്താവിനാവണം. അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ പേരൻസിനോ മറ്റാർക്കെങ്കിലും, പേരൻസിനെ അനുസരിക്കരുതെന്നോ അവരെ ബഹുമാനിക്കരുതെന്നോ അല്ല പറയുന്നത്. അവരെ ബഹുമാനിക്കണം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അപ്പനോ അമ്മയോ ഒക്കെ വിട്ടൊക്കെ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നതിനെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നു. എന്ന് കരുതി അവരെ കളയണമെന്നോ ഉപേക്ഷിക്കണമെന്നോ അവരെ ബഹുമാനിക്കരുതെന്നോ സ്നേഹിക്കരുതെന്നോ അവർക്കൊന്നും കൊടുക്കരുതെന്നോ അവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കരുതെന്നോ അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇവരെക്കാൾ എല്ലാം അധികമായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം, എനിക്ക് മുൻസ്ഥാനം തരണം. അതാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
നമ്മൾ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്തും നേടാനും എന്തും നേടിയെടുക്കാനുള്ള വല്ലാത്ത ഒരു ടെൻഡൻസി നമ്മളിൽ ഉളവാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്നത് ആരെയാണ്? കർത്താവിനെയാണ് മാറ്റി നിർത്തുന്നത്. ലിഡിയ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണ്? പ്രലോഭനങ്ങൾ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്കരുത്. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ പഠനവേളയിലായാലും നമ്മുടെ ഹോസ്റ്റൽ ലൈഫിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും പല പ്രലോഭനങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നതും വേണ്ടെന്ന് വെക്കുന്നതും കർത്താവിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്പനിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാനായി വചനധ്യാനത്തിനൊക്കെ ദിവസം ഇരിക്കുന്ന സമയമായിരിക്കും ഏതെങ്കിലും കൂട്ടുകാരി വന്നിട്ട് വിളിച്ചോണ്ട് പോകും, എടി ഇങ്ങോട്ടൊന്ന് വന്നേടി, നമുക്ക് ഇപ്പൊ അങ്ങ് വിടാമെന്നൊക്കെ പറഞ്ഞു അങ്ങ് വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അന്നത്തെ മുടങ്ങും, നമ്മുടെ വചനധ്യാനമൊക്കെ മുടങ്ങും, അല്ലെ? ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ഇത് മാറിയാലോ? പലപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ ആരെയാണ് മാറ്റി നിർത്തുന്നത്? കർത്താവിനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു, നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ആരെയാണ് മാറ്റി നിർത്തുന്നത്? കർത്താവിന്റെ കാര്യങ്ങളാ മാറ്റുന്നത്. അത് നമ്മളായാലും എല്ലാവരും ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്താണ്? പലപ്പോഴും മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും, അധിക സമയം നമ്മൾ മറ്റു പലതിനും കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്, റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ ഒത്തിരി സമയം ചെലവഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ അത് എന്റർടൈൻമെന്റ്. നിങ്ങളുടെ ഈ പ്രായത്തിൽ അതൊന്നും വേണ്ടതൊന്നും ഞാൻ പറയത്തില്ല, സന്തോഷിച്ചോളൂ. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്, അതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി പ്രലോഭനങ്ങളിൽ വീണു പോകാതെ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട്, കർത്താവിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു നല്ല ജീവിതം, ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫ് നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ട്രൂ സ്പിരിച്വാലിറ്റി നമ്മിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീയത എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എവിടെ ചെന്നാലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ദുരുപദേശങ്ങളുണ്ട്, വചനവിരുദ്ധതയുണ്ട്. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ലിപ്സ്റ്റിക് ഇട്ടാൽ എന്താ കുഴപ്പം, ഇട്ടില്ലാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ മുടി ഒന്ന് കട്ട് ചെയ്താൽ എന്താ കുഴപ്പം, ഈ മുഖത്തൊക്കെ എന്തൊക്കെ ഇടുവല്ലോ, അതൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം, അതുകൊണ്ട് സ്വർഗത്തിൽ നമ്മൾ പോകാതിരിക്കുമോ? ഇല്ലല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉരുത്തിരിയുന്ന ഒരു കാലഘട്ടമായത്. അനാത്മീയതയുടെ ഒരു വല്ലാത്ത ഭ്രമം ഇന്നത്തെ യൗവന തലമുറയെ, ഇന്നത്തെ ആത്മീക തലത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ ക്ഷമയോടെ, വളരെ സ്നേഹത്തോടെ ദൈവനാമത്തിൽ നമ്മൾ ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത, ആ ഉത്തരവാദിത്വം അത് നമുക്കുള്ളതാണ്. ഒരു വശത്ത് യുക്തിവാദം വളരുന്നു, മറ്റൊരു വശത്ത് അതുപോലെയുള്ള ദൈവമില്ല എന്ന് പറഞ്ഞുള്ള പല തത്വസംഹിതകൾ വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പല വിഭാഗങ്ങൾ, പല സഭകളുടെയും പല ഉപദേശത്തിന്റെ ഒക്കെ അതിപ്രസരണം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ നട്ടം തിരിഞ്ഞു പോകുന്നത് നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഓർത്ത് വളരെ വിഷമമുണ്ട്. കാരണം ഇതിന്റെ മധ്യത്തിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ട്രൂ? എന്താണ് സത്യം, ഏതാണ് ശരി? ഇതിന്റെ മധ്യത്തിൽ ഒറ്റ കാര്യം പറയാം, നമുക്ക് ലഭിച്ച ആലോചനകൾക്കനുസരിച്ച്, നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച്, നമുക്ക് ലഭിച്ച ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ഈ ലോകത്തിലാ ജീവിക്കുന്നത്, വളരെ വഷളത്വം നിറഞ്ഞൊരു ലോകമാണ്. പലതും നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നതല്ല. പക്ഷെ പലതിനോടും നമുക്ക് എങ്ങനെയൊക്കെയോ യോജിക്കേണ്ടി വരുന്നു. ഈ കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, എന്റെ റെഫറൻസ് ഞാൻ വിട്ടുപോയി. അവിടെ ഒരു വാക്യമുണ്ട്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. അർത്ഥം പിടികിട്ട് ഞാൻ വിചാരിക്കുക, ഒടുപിടിപിടി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കുള്ളതല്ല. നമുക്കുള്ളത് യേശുക്രിസ്തുവിന്റെ ജീവിതം നയിക്കുക എന്നുള്ളത്. അവിടെ പല കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയേണ്ടി വരും, പല കാര്യങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ലോകവുമായിട്ട് യാതൊരു തരത്തിലും ഒരു കോംപ്രമൈസ് ഇല്ലാതെ ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കേട്ടു. നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ, ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ
ഒരു ട്രൂ സ്പിരിച്വാലിറ്റി എന്താ, ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്താ, ഒരു ക്രിസ്തുവിന്റെ ജീവിതശൈലി എന്താ, അത് തെളിയിച്ചു കൊടുക്കാൻ, അത് പ്രാവർത്തികമാക്കാനുള്ള ബാധ്യത മറ്റാരേക്കാളും ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്ക്. ഞാനൊരു കാര്യം പറയാം, ഈ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇന്നിപ്പം നഷ്ടമായിക്കൊണ്ടിരിക്കുക. സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കതൊരു ബിസിനസ് മാത്രം, ചിലർക്കതൊരു എന്റർടൈൻമെന്റ് മാത്രം, ചിലർക്കതൊരു പൊളിറ്റിക്കൽ ഫീൽഡ് പോലെയായി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റി. എന്താണ് റിയൽ സ്പിരിച്വാലിറ്റി? അതിനൊറ്റ വഴിയുള്ളൂ, അത് കർത്താവിലേക്ക് നോക്കണം. അപ്പൊ അത് പൗലോസ് വ്യക്തമായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നോക്കണം. 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീരെന്ന് പറയുന്നുണ്ട്. നമുക്ക് കർത്താവിനേക്ക് നോക്കാം. ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്തെന്ന് സമൂഹത്തിൽ നമുക്ക് അത് നടത്താം. കർത്താവിന്റെ സമയം, കർത്താവ് എന്ന് വരും എന്ന് നമുക്കറിയില്ല. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഭൂലോക സംഭവങ്ങളൊക്കെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് നിത്യതയുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശിഷ്യത്വം എന്ന വിഷയത്തിന്റെ ആദ്യത്തെ കുറച്ചു ഭാഗം മാത്രമേ ഞാനിന്ന് തൊട്ടിട്ടുള്ളൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നിങ്ങൾ എന്നെ ഒരു അവസരം കൂടെ തന്നാൽ ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ പറയാം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന സോദരി യൂത്തിലെ എല്ലാ അഡ്മിൻസിനോടും മെന്റേഴ്സിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.